വില കുറഞ്ഞ ഡോഗ് ഫുഡ് ഏതുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജസ് കമന്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ എന്താ ഈ മീറ്റപ്പിന്റെ ഇത് ആമസോണിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. പെറ്റ് ഷോപ്പുകളിൽ കണ്ടിട്ടില്ല. ഈ മീറ്റപ്പിന്റെ ഡോഗ് ഫുഡ് ഇത് പപ്പീസിന്റെ അഡൾട്ടിന്റെ ഉണ്ട്. അതുകൊണ്ട് ഇതാണായിട്ട് ഇത് 10 കിലോയുടെ പാക്കറ്റാണ്. 10 കിലോയുടെ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ 1+1, അതായത് 1 കിലോ ഒരു പാക്കറ്റ് നമുക്ക് ഫ്രീ കിട്ടും. ഏകദേശം 20 കിലോ, ഏകദേശം അല്ല 20 കിലോയ്ക്ക് വില 2100 സംതിങ് ആണ്. 2100 സംതിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റേറ്റ് ആലോചിച്ച് നോക്കുക. നമ്മൾ പെഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പോലും 10 kg വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു റേറ്റ് ഉണ്ട്, 2100 സംതിങ് ആണ്. അപ്പം അതാണ് മീറ്റപ്പിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ വിലയുടെ കാര്യമാണ് പറയുന്നത്. ക്വാളിറ്റി, അതിനകത്തുള്ള എന്തുവാണ് അതിന്റെ റിസൾട്ട്, അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. വില കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഡോഗ് ഫുഡ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇത് ഏതൊക്കെ ഡോഗ്സിന് കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വയറിന് യാതൊരു പ്രശ്നമില്ല. അതായത് ഇവിടെ 6 പേരുണ്ട്. 6 പേർക്കും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സ്ഥിരമായിട്ടല്ല കൊടുക്കുന്നത്, നമ്മൾ മാറി മാറിയാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 തവണ ഇതായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ മാറി മാറി കൊടുക്കാറുണ്ട്. വയറിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ട്യൂണയ്ക്കും അതേപോലെ ചെറിക്കും വെയിറ്റ് ഒരു കൺട്രോളിങ് സ്റ്റേജിലാണ്. ട്യൂണയ്ക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഹിപ്പിന്റെ പ്രോബ്ലം ഉള്ളതാണ്. അപ്പൊ ഇത് അത്യാവശ്യം ലോ കലോറി ഫുഡായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഒരു മെലിഞ്ഞിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഡോഗിന് വെയിറ്റ് കൂട്ടാനായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നമ്മൾ സ്ഥിരം ഇതേപോലുള്ള കലോറി കുറഞ്ഞ ഡോഗ് ഫുഡ് കൊടുത്ത് വളർത്തുക എന്ന് പറയുന്ന ആ ഒരു ഐഡിയ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമല്ല. അതിന് പാരലായിട്ട് ചിക്കൻ, എഗ്ഗ്, അതേപോലെ ഫിഷ്, അതേപോലുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ആഹാരം പാരലായിട്ട് കൊടുത്തുകൊണ്ട് നമുക്കിപ്പോ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്കിപ്പോ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാനായിട്ട് ധൃതി ഉള്ളപ്പോ ചിലപ്പോ ബാക്കി ചോറും അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ മട്ടനോ മുട്ടയോ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരം ഡ്രൈ ഫുഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഡ്രൈ ഫുഡ് കൊടുക്കാനും കൂടാണ് വാങ്ങിച്ചത്. പക്ഷേ ഈ ഡോഗിന്റെ ഈ ഒരു ഈ വിലക്ക് ഇതിന്റെ ക്വാളിറ്റിക്ക് പ്രോബ്ലം എന്നുള്ളതായിട്ട് കണ്ടിട്ടില്ല. പ്രൊമോഷൻ വീഡിയോ അല്ലേ ഇത്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചേക്കാം. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഡോഗിന് കൊടുക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചിലര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, അഞ്ഞു വന്നടാ ഇവിടെ കയറേ, ഇവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ ചോദിക്കാറില്ല. ഇങ്ങോട്ട് കയറി, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് കയറി എറിയിക്കാം. അവനോട് ഇച്ചിരി സ്ഥലം കൊടുത്തേടി, എറിയിക്കാം. കയറി ഇങ്ങോട്ട് തിരിഞ്ഞിരി, എന്റെ തലയൊന്നും കാണിക്കാനാ. കുറെ മെസ്സേജ് എന്ന് പറയുമ്പം എന്റെ ഡോഗ് ലാബ്രഡോർ ആണ്. ലാബ്രഡോറിന് പക്ഷെ അതിന്റെ ഹെഡിന് ഇത്രയും സൈസ് ഇല്ല. ടെറിയുടെ ആദ്യത്തെ വീഡിയോസ് നോക്കാൻ അറിയാം. അവന് ക്ഷീണിച്ചിരുന്നതാണ്. മുഖമായിരുന്നു ആദ്യമേ. ഇത്രയും സൈസ് ഒന്നും ഇല്ല, മെലിഞ്ഞിരിക്കുവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആണ് നമുക്ക് മെസ്സേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിന് ഓവറായിട്ട് ഇവന് ഇച്ചിരി വണ്ണം ഇപ്പൊ ഓവറാണ്. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം, ഇച്ചിരി വണ്ണം ഇച്ചിരി ഓവറാണ്. നമ്മുടെ ഡോഗിന് ഓവറായിട്ട് വണ്ണം വെപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. പിന്നെ 10 പേര് കാണുമ്പോൾ പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്നു, ക്യൂട്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് പറയിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഓവറായിട്ട് വണ്ണം വെപ്പിക്കുന്നത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളെ കുറച്ച് എല്ലാവരും ബാക്കി ഇരിക്കുന്ന ഫുഡിൽ നിന്ന് കുറേശ്ശെ ഇവൻ കഴിച്ചാണ് ഇവന് വണ്ണം കയറി വരുന്നത്. മെയിനായിട്ട് ഇവനും ട്യൂണയ്ക്കും വെയിറ്റ് ഒന്ന് ലോ ആക്കാൻ വേണ്ടിയിട്ടോടാണ് നമ്മൾ ലോ കലോറി ഡോഗ് ഫുഡ് ചെയ്യുന്നത്. ഈ ട്യൂണയ്ക്ക് നമ്മൾ പണ്ട് മുതലേ അവർക്ക് ഹിപ്പ് ഡിസ്പ്ലേഷ്യ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത കാലം മുതലേ ലോ കലോറി ഡോഗ് ഫുഡ് ഏതെങ്കിലും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വില കുറഞ്ഞ ഡോഗ് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയതായിട്ട് ദേഹത്തൊന്നും പിടിക്കത്തതൊന്നുമില്ല. ഒരു നേരം വിശപ്പൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് കയറുകയും ചെയ്യും. അപ്പം വണ്ണത്തിന്റെ കാര്യം ഇതേ ഉള്ളൂ. വണ്ണം നിങ്ങൾ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യും. വേണ്ടിയിട്ട് വന്നതാ. ഇനി അതല്ല, നിങ്ങളുടെ ഡോഗിന് വണ്ണക്കുറവ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് നോക്കുക. ടോപ്പ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വയറിന്റെ സൈഡില്ലേ, വയറിന്റെ സൈഡില് ആ എല്ലുകള് തെളിഞ്ഞ് കാണുന്ന വിധത്തിലാണ് നിങ്ങളുടെ ഡോഗിന്റെ ബോഡി ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ണം കുറവാണ്. അതല്ല, സൈഡിലോട്ട് നല്ലോണം തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടുതലാണ്. ഇതിന്റെ ഇടയ്ക്ക് രണ്ടിന്റെ ഇടയ്ക്ക് ഇതാണ്ട് ഈ ഹാപ്പിക്കൊക്കെ കറക്റ്റ് വണ്ണമാണ്. ഇനി വന്നേടി, ഇനി വന്നേ മാധു, ഇനി വന്നേ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലൊന്നും തള്ളിയേക്കുന്ന കാണാൻ വയ്യ. അതാണ്ടേ ഇവക്കൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ണമാണ് കേട്ടോ. അതാണ്ടേ ഇതിനകത്തും എല്ല് തള്ളിയേക്കുന്നതൊന്നും കാണാൻ വയ്യ. പക്ഷെ വയറ് 2 സൈഡിലോട്ട് വീർത്ത് നിൽപ്പില്ല. ഇതൊക്കെ കറക്റ്റ് വണ്ണമാണ് കേട്ടോ. അവള് നല്ലോണം ആഹാരം അവന്റെ നോക്കിയവർ ഇത്തിരി ഇപ്പൊ തള്ളിയിരിക്കും, കാരണം ഇത്തിരി വെയിറ്റ് അവന് കൂടുതലുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പോ വണ്ണം നമ്മൾ അങ്ങനാണ് കണ്ടുപിടിക്കുന്നത്. നമ്മള് വെയിറ്റ് വെച്ചും കൂടെ നോക്കേണ്ട കാര്യമില്ല.
കാരണം ഇപ്പൊ ലാബ്രഡോർ തന്നെ അതിന്റെ പേരൻസിന്റെ ഒക്കെ ലൈനേജ് ഒക്കെ വെച്ചിട്ട് ചില വെയിറ്റ് നമ്മളൊരു ആവറേജ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേന് ഇന്ന എത്ര ഏജ് ഇന്ന വെയിറ്റ് അങ്ങനെ കാണിക്കും. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ മനുഷ്യന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് ആണ് പ്രോപ്പറായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഡോഗിന്റെ ഒരു ടോട്ടൽ സൈസ് കാണുമല്ലോ. അപ്പോൾ ഞാൻ വളർത്തുന്ന ലാബ്രഡോറിന്റെ കൂട്ടായിരിക്കത്തില്ല വേറൊരു ലാബ്രഡോർ. അപ്പൊ അതിന്റെ ഒരു പേരൻസിന്റെ ഒക്കെ ഇത് വെച്ചിട്ട് മാറി വരും. നമ്മൾ ഓവറായിട്ട് ഫുഡ് കൊടുത്ത് കയറ്റിക്കൊണ്ട് വരാനായിട്ട് നോക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഹെഡിന് സൈസ് വെപ്പിക്കുക എന്നും പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും ഒക്കെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. നമുക്ക് നമ്മുടെ തലയുടെ സൈസ് ഒരു സെന്റിമീറ്റർ എക്സ്ട്രാ കൂട്ടിയോ കുറയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ കാണാൻ വെച്ചിട്ട് വണ്ണം വരുമ്പോഴത്തേന് ചിലപ്പോൾ കവളൊന്ന് ഇതായിട്ട് വരും. അതേപോലെ ഇവിടെ വണ്ണം ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ കഴുത്തിന്റെ ഇവിടെയൊക്കെ ഇച്ചിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതല്ലാതെ ഹെഡിന്റെ സൈസ്, ഹെഡിന്റെ എന്ന് പറയുന്ന ആ സ്കള്ളിന്റെ സൈസ് ഒന്നും നമുക്ക് കൂട്ടാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. ചിലർ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്, തേങ്ങ കടിക്കാനായിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരൻസിന്റെ ഒരു ഇതുണ്ടല്ലോ, അതായത് അച്ഛന്റെ അമ്മയുടെയോ അപ്പൂപ്പന്റെ അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് തലയ്ക്കൊരു സൈസ് ഉണ്ടായിരിക്കും. ആ സൈസിനെക്കാട്ടി കൂടുതലായിട്ട് ഒരിക്കലും നമുക്ക് ഇതൊന്നും കൂട്ടാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റു ഡോഗ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണ്. നമ്മുടെ ഡോഗിനെ എന്റെ അപ്പുറത്തെ വീട്ടിലെ ഡോഗ് ഇത്രയുണ്ട്, എന്റെ ഇപ്പുറത്തെ വീട്ടിലെ ഡോഗ് ഇത്രയുണ്ട്, ഞാൻ ഇന്നലെ കണ്ട ഫോട്ടോയിലെ ഡോഗ് ഇത്രയുണ്ട്, എന്റേത് മാത്രം ഇത്രയേ ഉള്ളൂ. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ കൂടെ അവരെ നോക്കുക, മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ നോക്കാതെ. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ്. വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോ ഇനി കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ കമന്റ് വരാൻ തുടങ്ങും, എന്തുവാണ് ല്ലോ കടന്നാറി വല്ലതും തിന്നാൻ കൊടുക്കണം, എന്നിട്ട് കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മളെ 5-6 വർഷമായിട്ട് സ്ഥിരം ആ ഒരു സൈക്കിളിക്കായിട്ട് കാണുന്നതാണ്. എനിക്ക് വേറെ മെസ്സേജ് വന്നു തുടങ്ങി, പ്രവീൺ ചേട്ടൻ എന്താ അസുഖം, പ്രവീൺ ചേട്ടൻ അങ്ങ് ഒരുപാട് മോശമായി പോയല്ലോ, പ്രവീൺ ചേട്ടൻ ഇനി മെലിയാൻ സമ്മതിക്കരുത്. അതെ, എനിക്കിപ്പോ ഒരുപാട് കമന്റ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം. അതിനകത്ത് എന്റെ ഡയറ്റ് പ്ലാൻ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു 15 കിലോയോളം ഇപ്പൊ കുറച്ചതാണ്. 15 കിലോ കുറഞ്ഞത് 6-7 മാസത്തിലാണ് കുറഞ്ഞല്ലോ. അപ്പൊ അത്രയും സമയത്താണ് കുറഞ്ഞത്. നമുക്കെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ കുറച്ചത്. അല്ലാതെ നമ്മളെ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് അതങ്ങ് മാറ്റി വെച്ച് അങ്ങനൊന്നും അല്ല. നമ്മള് എക്സസൈസും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. എക്സസൈസ് നടത്തും ഇവരുടെ കൂടെ നമ്മള് എന്നും നടക്കാറുണ്ട്. ആ നടക്കുമ്പോ അതൊന്ന് ട്രാക്ക് ചെയ്തു, വാച്ചൊക്കെ ഇട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എത്രയാണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോർമലായിട്ട് എക്സ്ട്രാ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഡയറ്റിങ്ങിനകത്ത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കമന്റ് ചെയ്ത് വെക്കുക. കമന്റ് ചെയ്ത് ആവശ്യത്തിൽ ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഒത്തിരി പേരെനിക്ക് മെയിൽ അയച്ച് ഞാൻ ഡയറ്റിംഗ് പ്ലാൻ എന്തുവാന്ന് ചോദിച്ചാൽ ഡയറ്റിംഗ് പ്ലാൻ റിപ്ലൈ മെയിൽ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് കൊണ്ടിട്ട് യാതൊരു പ്രയോജനമില്ല. നമുക്കൊരു പേപ്പർ കിട്ടിയത് കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പ്രത്യേക രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യം പറയാനുള്ളൂ. ഇത് വേണ്ടവർക്ക്, ഈ ഡോഗ് ഫുഡ് വേണ്ടവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആമസോണിലെ. അതായത് 1 kg ആണെന്നുണ്ടെങ്കിൽ 1 kg + 1 kg രണ്ടാണ്. 1+1 ആണ് എല്ലാത്തിനും ഈ മീറ്റപ്പിന്റെ ഫ്രീ എന്ന് പറയുന്നത്. ഇവരുടെ ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റിനും 1+1 ആണ് പാക്കറ്റ്. 3 kg ഉണ്ട്, അപ്പൊ 6 kg ടോട്ടൽ കിട്ടും. അതേപോലെ 10 kg അങ്ങനെ പോവുകയാണ്. 10 kg ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടാണ് 10 kg വാങ്ങിച്ചത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു 3 kg + 3 kg അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു മാസമൊക്കെ പോകും. ഇത് നമുക്ക് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് സ്നാക്സ് പോലെ നമ്മൾ വൈകിട്ടൊക്കെ ഒന്ന് ചവയ്ക്കാൻ കൊടുക്കും. നോക്കാം. ഇതേപോലെ നമ്മള് ഇതിന്റെ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് താണ്ടി ഇതിനകത്ത് നോക്കിയേ എത്ര പട്ടികളാ പോന്നേന്ന്. വേണ്ടേ, ആർക്ക് വേണം ഇത്? ഇവിടെ കയറി. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതായത് പെഡിഗ്രിയും ഇഷ്ടമാണ്. പെഡിഗ്രി നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഡോഗ് ഫുഡായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളതെന്ന് പറയുന്നത് പെഡിഗ്രി ഡ്രൂൾസും ഒക്കെ ആണ്. ഡ്രൂൾസ് എന്ന് പറയുന്നത് അത്രത്തോളം ഡോഗ്സിന് അങ്ങ് ഇഷ്ടമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഗ്രേവി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഡ്രൂൾസിന്റെ ഗ്രേവി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഡ്രൂൾസിന്റെ ഡോഗ് ഫുഡ് ഇവരാരും അങ്ങനെ കഴിക്കാറില്ല. എല്ലാരും ജസ്റ്റ് ഒന്ന് നക്കിയിട്ടൊക്കെ അങ്ങ് പോവാറേ ഉള്ളൂ. പെഡിഗ്രി നല്ലോണം കഴിക്കും. പെഡിഗ്രി മിക്കവാറും നമ്മുടെ നാട്ടിലെ ഡോഗ്സ് എല്ലാം പെഡിഗ്രിയുടെ അത്രയ്ക്ക് വലിയ ഗുണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും പെഡിഗ്രിയുടെ ആണെന്ന് തോന്നുന്നു. അതിന്റെ സ്മെല്ലും മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണ്. എന്നാ കാത്തു ഇവരെല്ലാരും നല്ലോണം കഴിക്കുന്നുണ്ട്. വെളിയിൽ കൂടെ ഒരുപാട് പട്ടികൾ പോകുന്നുണ്ട്.
ഒരുപാടെണ്ണം. ഒരുപാട് പട്ടികള് വെളിയിൽ കൂടെ ഇങ്ങനെ ഓടി 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 പോകുന്നുണ്ട് കേട്ടോ. കിട്ടിയ എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ നീ ഒന്ന് ഓക്കെ. അപ്പൊ ഞാൻ ഈ ഡോഗ് ഫുഡിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇത് പെട്ടെന്ന് നാളെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊക്കെ കാണിച്ച് ഇതിനകത്ത് ഫോട്ടോ ഒക്കെ കാണിച്ചതുപോലുള്ള ഡോഗ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡോഗ് ഫുഡ് വാങ്ങിക്കാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. എന്തായാലും വീഡിയോ നമ്മള് തന്നെ ആൾക്കാർ കാണത്തില്ലേ, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ചില ആൾക്കാർ വളരെ തുച്ഛമായിട്ട് ഫുഡ് കഴിച്ചാൽ ഭയങ്കര ബബ്ലി ആയിട്ടിരിക്കും. എന്തുവായാലും ഓവർ വെയിറ്റിലോട്ട് പോകാതിരിക്കുക, അണ്ടർ വെയിറ്റ് ആകാതിരിക്കുക. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങ് നിക്കുക, മാക്സിമം കാലം ജീവിച്ചു പോവാ. ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യമാണെങ്കിലും ഇങ്ങനെയാണേ. മനുഷ്യന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേന് ആൾക്കാർ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കവളത്തൊക്കെ ഇങ്ങനെ ഒന്ന് പിച്ചു നോക്കും. അതുമായിട്ട് എവിടെയെങ്കിലും പറയത്തില്ലേ നീ ഇതിനൊന്നും കൊടുക്കത്തില്ലേ? അതുമായിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ ഇതെന്താ കിട്ടിയോ, ക്ഷീണിച്ചു പോയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവള് വിളർച്ചയുണ്ടോ കൊച്ചിന്, നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്നും കൊടുക്കുന്നില്ലേ? ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ആള് നോർമലാണ്, ഓക്കെ ആണ്, നല്ല ആക്റ്റീവ് ആണ്, എനർജറ്റിക് ആണ്. ഇത്രയൊക്കെ മതി. ഓക്കെ, അടുത്ത വീഡിയോ എടുക്കാം.